ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ചായക്കട അന്വേഷിച്ചിറക്കാണ്. ചായക്കട എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഞങ്ങളത് കണ്ടുപിടിക്കാനുള്ള ശ്രമം. നല്ലൊരു ചായക്കട. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങിയ വ്ളോഗ് വേറെ പലതിലുമാണ് അവസാനിച്ചത്. അപ്പോൾ എന്തായാലും കണ്ടു വെക്കല്ലേ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ചായക്കട തപ്പി നടക്കാൻ തുടങ്ങി. അത് എടപ്പാളിൽ വേറെ ചായക്കട ഇല്ലായിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് അത് എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ. അങ്ങനെ നടന്ന് ഞങ്ങൾ എമിറേറ്റ്സ് മാളിൻ്റെ മുന്നിലെത്തി. അങ്ങനെ മലബാർ ഗോൾഡൻ ഡയമണ്ടും കടന്ന് ശോഭികയും കടന്ന് ശോഭികേൻ്റെ തൊട്ടടുത്ത് ഞങ്ങളൊരു ചായക്കട കണ്ടു. അങ്ങനെ എന്താ കഴിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. മുകളിൽ കയറിയപ്പോൾ ആംബിയൻസ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് തന്നെയായിരുന്നു. പക്ഷെ നൈറ്റായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കുക. അപ്പം ഞങ്ങളവിടെ പോയപ്പോൾ ഒരു കണ്ണാടി കണ്ടു. അപ്പോൾ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എവിടെ ആയാലും നമ്മൾ ഫോട്ടോ എടുക്കണം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഫുഡ് മീൻസ് ഒരു പഴംപൊരി, ഒരു കായബജി. അങ്ങനെ അബി കായബജിയും ഞാൻ പഴംപൊരി ആയിരുന്നു ഉണ്ടായിരുന്നത്. പഴംപൊരി എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ അത് കഴിച്ചു. പക്ഷേ ചായയിൽ വളരെയധികം മധുരം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രയോഗം ചെയ്യേണ്ടി വന്നു. അതെ ഗൈസ്, എനിക്ക് ആ കുപ്പിയിലെ വെള്ളം ചായയിലേക്ക് മറിക്കേണ്ടി വന്നു. അല്ലാതെ ആ ചായ കുടിച്ച് തീർക്കാൻ കഴിയില്ല ഗൈസ്. അതെ ഗൈസ്, പഞ്ചാരയുടെയും ഒന്നും എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രയോഗം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ പഴംപൊരി നല്ല ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തെണ്ടാൻ നടക്കുകയാണ്. അബി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കുറ്റം പറയാണ്, വേറെ ഒന്നുമല്ല. ഞങ്ങൾ എന്ന് വ്ളോഗ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഷോർട്സ് ചെയ്യുമ്പോഴും ഈ സെയിം ഡ്രസ്സ് തന്നെ ആയിരിക്കിട്ടുണ്ടാവുക. അതിനെക്കുറിച്ചാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ഞങ്ങൾ വഴിവക്കിലൊരു ബോംബെ എന്തോ സംതിങ് കണ്ടു. അപ്പം ഞങ്ങൾ അവിടെ കയറാൻ വിചാരിച്ചു. ഒക്കെ വില കുറവിന് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങളിങ്ങനെ ഓരോന്ന് കണ്ട് രസിച്ചിട്ട് ഇങ്ങനെ പോന്നു. അയ്യോ ഇതിങ്ങനെ ഇത് നോക്കൂ ഗായ്സ്, കച്ചമ്പറ അച്ചാറൊക്കെ ഇടുന്ന സാധനമാണ്. എന്താ ഇതൊരു വെറൈറ്റി സാധനം, ഒന്നും മനസ്സിലായില്ല എനിക്ക്. ചൂടുള്ള സാധനം എടുക്കാൻ സാധനം. അങ്ങനെ അവിടെ പോയിട്ട് ജസ്റ്റ് വായി നോക്കി നടന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ എമിറേറ്റ്സ് മാളിലേക്കാണ് കടന്നു പോയത്. അങ്ങനെ എമിറേറ്റ്സ് മാളിലും ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നടന്നു, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനല്ലോ. പിന്നെ കുറേ കണ്ണാടി കാണുമ്പോൾ വീണ്ടും ഫോട്ടോ എടുക്കുക, അത്രയൊക്കെ തന്നെ. അങ്ങനെ എമിറേറ്റ്സ് മാളിലേക്ക് പോയി ഞങ്ങൾ. അങ്ങനെ ആയിക്കൂടെ പോയപ്പോഴാണ് ഞങ്ങൾ മാക്സ് കണ്ടത്. അപ്പോൾ മാക്സ് കണ്ടപ്പോൾ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ കയറി ഡ്രസ്സ് എടുക്കുന്നു, ഡ്രസ്സ് എടുത്ത് ചേർത്ത് വെച്ച് നോക്കുന്നു, തിരിച്ചു വെക്കുന്നു. പിന്നെ കണ്ണാടി കാണുന്നു, കണ്ണാടിയിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. എപ്പോഴും അങ്ങനെ അബീനെ മാത്രം കണ്ട പോലെ ഇനിയും കാണുന്നു. അങ്ങനെ എമിറേറ്റ്സ് മാളിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ പിന്നെ പോയത് ഫോറം മാളിലേക്കാണ്. അതേ, ഞങ്ങൾ ഫോറം മാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് വീണ്ടും കണ്ണാടി കണ്ടുമുട്ടുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. പിന്നെ അത് തന്നെ പഴയ പോലെ വീണ്ടും പ്രഹസനം തുടരുന്നു. ഓരോ കടയുടെ മുന്നിൽ പോയി ഇളിച്ച് കാട്ടി നിൽക്കുന്നു, ഓരോന്ന് തൊടുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു, എടുത്ത് തിരിച്ച് വെക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ന്യൂസ്റ്റോന്ന് പോയിട്ട് ഒരു പാൻറ് എടുക്കുന്നു ഗൈസ്. അങ്ങനെ ഒരു പാൻറ് എടുത്തു. എൻ്റെ ബ്ലാക്ക് പാൻറ് ഒരെണ്ണം നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്ലാക്ക് പാൻറ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഒരു ബ്ലാക്ക് ജീൻസ് എടുത്തു ഗൈസ്. അങ്ങനെ ഒരു പാൻറ് മാത്രം എടുക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ വേറെ പലതും വാങ്ങി കൂട്ടുന്നു. വേറെ ഒന്നുമല്ല, ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ 2 ടോപ്പും കൂടി എടുത്തു. ഒരു ഷർട്ടും എടുത്തു, ഒരു ടോപ്പും എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങിയപ്പോൾ അൽത്താജിൽ പോയി. ഇതൊക്കെ എടപ്പാൾ തന്നെയാണ് കേട്ടോ. അൽത്താജിൽ പോയിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടും ചപ്പാത്തിയൊക്കെ വാങ്ങി കഴിച്ചു. അബി ഫുഡ് എത്തിയപ്പോൾ അബിയുടെ സ്വഭാവമൊക്കെ മാറി. ഇനി ചീത്ത അറിയാണ്, വീഡിയോ എടുത്തത് മതി, ഇനി കഴിക്കാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ്. അല്ലെങ്കിൽ ഫുഡ് കണ്ടാൽ അവൾ പണ്ടേ അങ്ങനെ തന്നെയാണ്, മൈൻഡൊക്കെ ഉണ്ട. വെള്ളം കുടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ഫാൻസി കടയിലാണ് കയറുന്നത്. ആ ഫാൻസി കടയിൽ ഉണ്ടായിരുന്ന ഒരു ചെക്കൻ ഇവളായിട്ട് ഭയങ്കര കത്തിവെപ്പായിരുന്നു അബീനായിട്ട്. അബിയും തിരിച്ചൊരു പൊടിക്ക് പോലും വിടണില്ല. അവർ രണ്ടുപേരും ഭയങ്കര കത്തിവെപ്പായിരുന്നു. അങ്ങനെ എന്താ പറയുക, അവസാനം ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID അടക്കം മേടിച്ചിട്ടാണ് അബി തിരിച്ച് പോരുന്നത്. അവസാനത്തെ നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ബസ് വരലും മോഡലും ഒക്കെ വേഗമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം ബസ്സിലേക്ക് ഓടി കയറുന്നു. ബാക്കി വിശേഷങ്ങൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.